ഹരേ കൃഷ്ണ. അവതാരിക തുടരുന്നു. വൃന്ദാവന മഹത്വങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള ആവേശത്തിൽ അഭയ് തൻ്റെ കൊച്ചുമുറിയിലിരുന്ന് വിശ്രമമില്ലാതെ എഴുതുകയായി. അങ്ങനെ ഭഗവത് സന്നിധിയിലേക്ക് എന്ന മാസിക മുടങ്ങാതെ പുറത്തിറക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ക്രമേണ ഡൽഹിയിലോട്ടും തിരിച്ചുമുള്ള യാത്ര ശ്രമകരമായി തുടങ്ങി. രാവിലെ ഡൽഹിയിലേക്ക് തീവണ്ടി കയറുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ഡൽഹിയിൽ താമസിക്കാനൊരിടം ഇല്ലാത്തതിനാൽ തിരിച്ച് രാത്രിയോടെ വൃന്ദാവനത്തിലേക്ക് മടങ്ങേണ്ടി വരുന്നു. അങ്ങനെയാകുമ്പോൾ ഡൽഹിയിൽ കാര്യങ്ങൾ നടത്താൻ ആവശ്യമായ സമയം ഉണ്ടാകാറില്ല. കൂടാതെ യാത്രയ്ക്കുള്ള ചിലവും ഇരട്ടിയാകും. ചിലപ്പോൾ നല്ലവരായ ചിലർ അദ്ദേഹത്തിന് അന്തിയുറങ്ങാൻ സ്വന്തം ഗൃഹത്തിൽ സൗകര്യം നൽകുമായിരുന്നു. തൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കായി വളരെ കുറച്ചു മാത്രമേ അഭയ് ചെലവഴിച്ചിരുന്നുള്ളൂ. ഇതൊക്കെയായാൽ പോലും തൻ്റെ യാത്ര, അച്ചടി, തപാൽ ചിലവുകൾ എന്നതിനൊക്കെ മതിയാവുന്നത്ര ധനം സംഭാവനകളിലൂടെ സ്വരൂപിച്ചെടുക്കാൻ അദ്ദേഹം നന്നേ വിഷമിച്ച്. അങ്ങനെ തൻ്റെ ദ്വൈവാരികയുടെ തുടർച്ചയായ 12 ലക്കങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും കയ്യിൽ കാശില്ലാതെയായി. സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രം അച്ചടിപ്പണി ചെയ്യുവാൻ സാധിക്കില്ലെന്ന് അഭയോട് പ്രസ് ഉടമ തീർത്തു പറഞ്ഞു. മറ്റു വാതിലുകളെല്ലാം അടഞ്ഞതായി കണ്ടപ്പോൾ അഭയ് വൃന്ദാവനത്തിലേക്ക് തന്നെ തിരിച്ചെത്തി. എന്നാൽ പ്രസിദ്ധീകരണം സാധ്യമല്ലെന്ന് നല്ലവണ്ണം അറിയാമെങ്കിലും തൻ്റെ എഴുത്തുപണി നിർത്തിവെക്കാൻ അഭയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അതുമാത്രം തുടർന്നു. ഒരു ദിവസം ത്യാഗമനോഭാവത്തോടെ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് അഭയ് വൃന്ദാവന ഭജന എന്ന ബംഗാളി കവിത രചിച്ചു. ഇതിൻ്റെ പ്രാരംഭ വരികൾ പ്രത്യേകിച്ചും വ്യക്തിഗതവും സ്വന്തം നിലയെ വിവരിക്കുന്നതുമായിരുന്നു. ഈ വൃന്ദാവന ധാമത്തിൽ ഇന്നു ഞാൻ ഏകാന്തതയിലിരിക്കുന്നു. ഈ ഭാവത്തിൽ എനിക്ക് ധാരാളം സാക്ഷാത്കാരങ്ങൾ ലഭിക്കുന്നുവല്ലോ. എനിക്ക് സ്വന്തമായി ഭാര്യ, പെൺമക്കൾ, ആൺമക്കൾ, പേരക്കിടാങ്ങൾ എല്ലാമുണ്ട്. എന്നാൽ ഇല്ലാത്തത് പണമാണ്. അതുകൊണ്ട് ഇതെല്ലാം നഷ്ട സൗഭാഗ്യങ്ങൾ മാത്രം. കൃഷ്ണൻ എനിക്ക് ഭൗതിക പ്രകൃതിയുടെ നഗ്നരൂപം കാട്ടിത്തന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശക്തിവിശേഷത്താൽ അവയെല്ലാം എനിക്കിന്ന് രുചികങ്ങളായി തീർന്നിരിക്കുന്നു. യസ്യാഹം അനുഗ്രഹണാമി ഹരിഷ്യെ തത് ധനം ശയനൈഹ. എൻ്റെ കാരുണ്യാതിരേകത്തിനു പാത്രീഭവിക്കുന്നവരുടെ ഭൗതിക ധനത്തെ ഞാൻ തന്നെ തിരികെയെടുക്കുന്നു. ഞാൻ തികച്ചും നിർധനനെന്നു കാണുമ്പോൾ സർവകാരുണ്യവാനായ ഭഗവാന്റെ ഈ കാരുണ്യത്തെ എനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്? എല്ലാവരും എന്നെ കഴിയൊഴിഞ്ഞു. ഭാര്യ, ബന്ധുക്കൾ, മിത്രങ്ങൾ, സഹോദരൻ എല്ലാവരും ഇതൊരു ദുരിതാനുഭവം തന്നെ. എന്നാൽ ഇന്നെനിക്കിത് ചിരിയെയാണ് സമ്മാനിക്കുന്നത്. ഞാനിത് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നു. ഈ മായാസംസാരത്തിൽ ആരോടാണ് എനിക്ക് യഥാർത്ഥ സ്നേഹം? എന്നെ സ്നേഹിച്ചിരുന്ന എൻ്റെ മാതാപിതാക്കൾ ഇന്നെവിടെ? എവിടെ പോയി? പ്രമാണികൾ, എൻ്റെ ബന്ധുജനങ്ങൾ, അവരെക്കുറിച്ച് പറഞ്ഞു തരുവാൻ ഇന്നാരുണ്ട്? പറയൂ, ആരുണ്ട്? ഈ കുടുംബജീവിതത്തിൻ്റെ ബാക്കി പത്രം, ആ പേരുകളുടെ ഒരു പട്ടിക മാത്രം. ഒരു ദിവസം രാത്രി അഭയ്ക്ക് വിചിത്രമായൊരു സ്വപ്നദർശനമുണ്ടായി. മുമ്പ് ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ള അതേ സ്വപ്നമായിരുന്നു ഇതും. തൻ്റെ ഗുരുവായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി അഭയ്ക്ക് പരിചയമുള്ള അതേ രൂപത്തിൽ ദീർഘകായനായി വിശിഷ്ടനായ ഒരു ജ്ഞാനിയുടെ വടിവിൽ ഭഗവാൻ കൃഷ്ണൻ്റെ പാർഷദന്മാരിൽ ഒരാളായി ആധ്യാത്മിക ലോകത്തു നിന്നും വരുന്നതായി അഭയ്ക്ക് അനുഭവപ്പെട്ടു. അഭയെ വിളിച്ച് തൻ്റെ പാത പിന്തുടരണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. വീണ്ടും വീണ്ടും അദ്ദേഹം അഭയെ വിളിച്ച് കൂടെ വരാൻ ആഹ്വാനം ചെയ്യുകയായിരുന്നു. അഭയ് സന്യാസം സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. വരൂ, സന്യാസദീക്ഷ സ്വീകരിക്കൂ എന്ന് അദ്ദേഹം പ്രേരിപ്പിച്ചു. അതിശയോക്തിയിൽ അഭയ് ഞെട്ടിയുണർന്നു. താൻ ആദ്യമായി ഗുരുദേവനെ കൽക്കത്തയിൽ വെച്ച് കാണുന്ന സന്ദർഭം അത്ഭുതത്തോടെയോർത്തു. അന്നു നൽകിയ ഉപദേശങ്ങൾ ഒന്നൊന്നായി മനസ്സിൽ തെളിഞ്ഞു. അതേ നിർദ്ദേശങ്ങൾ പിന്നീട് ഒരു കത്തിലൂടെ തൻ്റെ ആത്മീയ ആചാര്യൻ നൽകിയതിനെക്കുറിച്ചും അഭയ് ഓർമ്മിച്ചു. ഇംഗ്ലീഷിൽ കൃഷ്ണാവബോധ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാൻ കഴിവുള്ള പ്രചാരകനാവുക. പാശ്ചാത്യ ദേശങ്ങളിൽ മുഴുവനും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുക. അതിനുവേണ്ടിയാണ് സന്യാസം. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ആചാര്യൻ എന്തിന് ഇത്രയധികം ശക്തമായി അദ്ദേഹത്തോട് ഇത് ആവശ്യപ്പെടണം? വേദവിധി പ്രകാരം ഒരാൾക്ക് തൻ്റെ 50-ാമത്തെ വയസ്സിൽ കുടുംബജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കാം. അങ്ങനെ പരിവർജകനായി പിന്നെയുള്ള കാലം ഹരിനാമജപത്തിനും ഭഗവത് കഥാ ശ്രവണത്തിനും ഭഗവത് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുമായി വിനിയോഗിക്കണം. അഭയ് തൻ്റെ ആത്മീയ ഗുരുവിൻ്റെ ആജ്ഞയെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു. നീ ഇപ്പോൾ സന്യാസം സ്വീകരിച്ചാൽ നിന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും. ഇതിനു മുമ്പ് അതിന് സമയമായിട്ടുണ്ടായിരുന്നില്ല. തുടരും. ശ്രീരാധ.